ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 39 ആണ്. ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വരുന്നത്. കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ, നീ സ്റ്റുഡൻ്റ് ആണ്, നിനക്ക് എക്സാം ആണ് വരാൻ പോകുന്നത്, യു ഹാഡ് ബെറ്റർ സ്റ്റഡി. നീ പഠിക്കുന്നതാണ് നല്ലത്, യു ഹാഡ് ബെറ്റർ സ്റ്റഡി. അതായത് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡ്യൂട്ടി എന്താണോ നിങ്ങൾ ചെയ്യാനായിട്ട് സപ്പോസ് ചെയ്യുന്നത്, അത് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. യു ഹാഡ് ബെറ്റർ റീഡ് ബുക്സ്. നിങ്ങൾ ബുക്സ് വായിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ്, എനിക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്, ഐ ഹാവ് മെനി ഓൾട്ടർനേറ്റീവ്സ്, എനിക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് അതിൽ? എനിക്ക് വേണമെങ്കിൽ വീഡിയോസ് കാണാം, എനിക്ക് വേണമെങ്കിൽ PDF നോക്കാം, ഏതാ ഞാൻ പ്രിഫർ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് പറയാം യു ഹാഡ് ബെറ്റർ റീഡ് ബുക്സ്. നിങ്ങൾ ബുക്സ് വായിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഐ ഹാഡ് ബെറ്റർ റീഡ് ബുക്സ്. അപ്പോൾ ഇവിടെ ഈ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ടൊരു ടു വെക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറഞ്ഞൂടെ ഐ ഹാഡ് ബെറ്റർ ടു സ്റ്റഡി എന്ന് പറഞ്ഞൂടെ? ഒരിക്കലുമില്ല. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ടു ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ഇനി ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓബ്വിയസ്ലി നിങ്ങൾ പറയുന്ന സമയത്ത് യു ഹാഡ് ബെറ്റർ ടു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഹാഡ് ബെറ്റർ ടു ആഡ് ചെയ്യരുത്, ടു എന്ന് പറയുന്നത് ആഡ് ചെയ്യരുത്. യു ഹാഡ് ബെറ്റർ സ്റ്റേ ക്വയറ്റ്. നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ സ്റ്റേ ക്വയറ്റ്. യു ഹാഡ് ബെറ്റർ ഫൈൻഡ് ജോബ്. നീ ഒരു ജോലി കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ഒന്നുകിൽ നിനക്ക് വെറുതെ നടക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല കാര്യം, യു ഹാഡ് ബെറ്റർ ഫൈൻഡ് ജോബ്. നീ ഒരു നല്ല ജോലി കണ്ടുപിടിക്കുന്നതാണ്. ഷീ ഹാഡ് ബെറ്റർ കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അവള് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് കുറച്ചും കൂടി നല്ലത്. ഷീ ഹാഡ് ബെറ്റർ കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അവള് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഹി ഹാഡ് ബെറ്റർ കംപ്ലീറ്റ് ദിസ് അസൈൻമെൻറ്റ്. അവന് ഈ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഹി ഹാഡ് ബെറ്റർ കംപ്ലീറ്റ് ദിസ് അസൈൻമെൻറ്റ്. യു ഹാഡ് ബെറ്റർ ബൈ എ വാച്ച്. നീ ഒരു വാച്ച് വാങ്ങുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ബൈ എ വാച്ച്. യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം വാട്ടർ. നീ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് വാട്ടർ. നീ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് വാട്ടർ. ദേ ഹാഡ് ബെറ്റർ ബൈ എ കാർ. അവർ ഒരു കാറ് വാങ്ങുന്നതാണ് നല്ലത്. പെട്ടെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ദേ ഹാഡ് ബെറ്റർ ടു ബൈ എ കാർ, ദേ ഹാഡ് ബെറ്റർ ടു ബൈ എ കാർ എന്ന് പറയാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ഒരു ത്വരയുണ്ടാവും അങ്ങനെ പറയാനായിട്ട്. ബട്ട് ഡോണ്ട് സേ ദാറ്റ്. ഓക്കെ, ദേ ഹാഡ് ബെറ്റർ ബൈ എ കാർ. അവരൊരു കാറ് വാങ്ങുന്നതാണ് നല്ലത്. ദേ ഹാഡ് ബെറ്റർ ബൈ എ കാർ. ഓക്കെ, യു ഹാഡ് ബെറ്റർ ക്ലീൻ ദ ഹൗസ്. ഓക്കെ, നീ വീട് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ക്ലീൻ ദ ഹൗസ്. ഇവിടെയും നമ്മൾ ടു വയ്ക്കാൻ ടെൻഡൻസി ഉണ്ടാവും, പക്ഷേ ഒരിക്കലും ടു വെക്കരുത്. ടു വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ +1 ആയിക്കോട്ടെ, +2, 10th, ഡിഗ്രി, അതിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഗ്രമാറ്റിക്കലി എറർ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ചോദ്യങ്ങൾക്ക് വരാറുണ്ട്, എക്സാമിന് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ചോദ്യം തരാറുണ്ട് ഹാഡ് ബെറ്ററിൻ്റെ യൂസേജ്. അപ്പോൾ നമ്മൾ ടു വെക്കും, പക്ഷേ ടു വെക്കരുത്. മനസ്സിലായല്ലോ? അപ്പോൾ യു ഹാഡ് ബെറ്റർ ക്ലീൻ ദ ഹൗസ്.